കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇ ഡി സമൻസിനെതിരെ കിഫ്ബി മുൻ മന്ത്രി തോമസ് ഐസക്കും നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ കിഫ്ബി ഫിനാൻസ് DGM ഇഡിക്ക് മുൻപിൽ ഹാജരായിരുന്നു. തോമസ് ഐസക്കിന് ഈ മാസം 12-ന് ഹാജരാവാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിവരമായി ജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജീഷ, ഈ ഇഡിക്ക് മുമ്പിൽ ഹാജരാവില്ല എന്നുള്ള പിടിവാശിയിലാണ് നമ്മുടെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കൊക്കെ ഉള്ളത്. ഇഡിക്ക് മുൻപിൽ ഹാജരായാൽ ചിലപ്പോൾ അത് തൻ്റെ മുന്നോട്ടുള്ള പോക്കിനെയും ഒപ്പം പിന്നെ വെളിച്ചം കാണുമോ എന്നുള്ള സംശയമൊക്കെ സ്വാഭാവികമായും ധനമന്ത്രിക്കും ഉണ്ടാകാം. എങ്ങനെയാണ് കോടതി ഈ കേസ് പരിഗണിക്കുക? ഉമേഷ്, കിഫ്ബി മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വന്നത് മുതൽ തന്നെ അത് എങ്ങനെ തടസ്സപ്പെടുത്താം എന്നുള്ള വ്യത്യസ്ത ആലോചനകളിലായിരുന്നു ഡോക്ടർ തോമസ് ഐസക് ഉണ്ടായിരുന്നത്, മുൻ ധനമന്ത്രി ഉണ്ടായിരുന്നത്. കാരണം ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്വേഷണം ശക്തമായി നടന്നു കഴിഞ്ഞാൽ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുകയും ഫെമ നിയമ ലംഘനങ്ങൾ അടക്കം പുറത്തു കൊണ്ടുവരുന്ന വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ സ്വാഭാവികമായും തന്നിലേക്ക് തന്നെ അന്വേഷണം എത്തും. തന്നെ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും പിന്നീട് അന്വേഷണം നീങ്ങുക. കൃത്യമായ കുരുക്കുകൾ മുറുകുന്നു എന്ന് വ്യക്തമായ ഘട്ടത്തിലായിരുന്നു തോമസ് ഐസക്ക് 6ാം തവണ ഈ ഒരു സമൻസ് എത്തിക്കുന്ന സ്ഥിതിയിലേക്ക് മാറ്റിയത്. കാരണം പല ഘട്ടങ്ങളിലും ചോദ്യം ചെയ്യാൻ ഏറ്റവും 1.5 വർഷം മുമ്പ് ആദ്യം തോമസ് ഐസക്കിന് സമൻസ് നൽകുന്നു. ആ ഘട്ടത്തിൽ ഡോക്ടർ തോമസ് ഐസക്ക് ഹാജരാകുന്നില്ല. പിന്നീട് അതിന് കോടതിയെ സമീപിക്കുന്നു. അവിടെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമെന്ന് പറയുന്നത് തന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിക്കുന്നത്. കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട്, മസാല ബോണ്ടുകൾ ശേഖരിച്ചതുമായി ബന്ധപ്പെട്ട് അതിലെ നാണ്യ വിനിമയങ്ങൾ സംബന്ധിച്ച് കാര്യങ്ങളായിരുന്നില്ല ചോദിക്കുന്നത്. ഈ ഒരു സമൻസിൽ സൂചിപ്പിച്ചിരിക്കുന്നത് തന്റെ വ്യക്തിപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ആ കാര്യങ്ങൾ തിരക്കുന്നത് നിയമവിരുദ്ധമാണ്, അതിനുള്ള അധികാരങ്ങളില്ല എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുന്നു. വലിയ നിയമ പോരാട്ടങ്ങൾ, നിയമയുദ്ധങ്ങൾക്ക് ഒരു സാഹചര്യം ഇടുന്നു. അതിനുശേഷം കോടതി പല ഘട്ടങ്ങളിലും പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് പ്രാഥമികമായ അന്വേഷണമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അങ്ങനെയാണ് കോടതി ശക്തമായി തന്നെ ഈ അന്വേഷണവുമായി സഹകരിക്കാൻ കിഫ്ബിയോട് കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചത്. അങ്ങനെയാണ് കിഫ്ബിയുടെ ഉദ്യോഗസ്ഥർ അടക്കം അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി കോടതി സൂചിപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത ശേഷം, കിഫ്ബി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ചോദ്യം ചെയ്യാം. അത് കിഫ്ബി കാരണം തോമസ് ഐസക്ക് മുന്നോട്ട് വെച്ച മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, കിഫ്ബി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്താൽ പോലും ലഭിക്കുന്ന വിവരങ്ങൾക്ക് വേണ്ടിയാണ് തന്നെയും വിളിച്ചു വരുത്തുന്നത്. അന്നത്തെ ധനമന്ത്രി എന്ന നിലയിൽ തനിക്ക് മാത്രമല്ല ഉത്തരവാദിത്തം, അവിടെ കൂട്ടുത്തരവാദിത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്തത്. എന്തെങ്കിലും കാര്യങ്ങൾ സ്വന്തം നിലക്ക് തീരുമാനങ്ങൾ എടുത്തിരുന്നില്ല എന്ന കാര്യമായിരുന്നു തോമസ് ഐസക് ചൂണ്ടിക്കാണിച്ചത്. ഹൈക്കോടതി അവിടെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ കാര്യമെന്ന് പറയുന്നത്, ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിരുന്നത് കിഫ്ബി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. മാത്രമല്ല കിഫ്ബി ഉദ്യോഗസ്ഥർ ഹാജരായതിനു ശേഷവും തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമാണ് അന്വേഷണം മുന്നോട്ട് പോകൂ എന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തടസ്സങ്ങളൊന്നുമില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയാണ് വീണ്ടും 12-ാം തീയതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇന്ന് ഈ 2 കേസുകളും തോമസ് ഐസക്ക് നൽകിയിരിക്കുന്ന ഹർജി, ഈ സമൻസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തോമസ് ഐസക്ക് നൽകിയിരിക്കുന്ന ഹർജി, ഒപ്പം തന്നെ കിഫ്ബി ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന ഹർജി, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ED നൽകിയിരിക്കുന്ന സമൻസുകൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്ന ഹർജികൾ, ഈ രണ്ടും തന്നെ റദ്ദാക്കാൻ ആവശ്യം കോടതിക്ക് മുന്നിൽ എത്തുന്നത് സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ എന്ന് പറയുന്നത് നിർണായകമാണ്. അത് ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് തന്നെയായി. ശരിയാണ് ജീഷ, എന്താണ് ഇവർക്ക് മറയ്ക്കാനുള്ളത് എന്നതാണ് പ്രധാനമായും സമൂഹമൊക്കെ ചോദിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കും EDയുടെ മുൻപിലേക്ക് പോകാൻ പേടിയാണ്. അവരൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ്. കൈകൾ ശുദ്ധമാണെന്ന് പലകുറി ആവർത്തിക്കുമ്പോഴും എന്തുകൊണ്ട് അന്വേഷണ ഏജൻസികൾക്ക് മുൻപിലേക്ക് പോയി അവർക്ക് വേണ്ട വിവരങ്ങൾ നൽകാൻ തയ്യാറാവാത്തത്? ഇങ്ങനെ പേടിച്ച് ഒളിച്ചോടുക, കോടതിയെ സമീപിക്കുക. എന്തായാലും കോടതി എടുക്കുന്ന തീരുമാനം, കോടതിയുടെ പരാമർശമൊക്കെ തോമസ് ഐസക്കിനും കിഫ്ബിക്കും ഒക്കെ ഏറെ നിർണായകമാണ്. അന്വേഷണം എന്തായാലും തടഞ്ഞുകൊണ്ടൊരു നിലപാടിലേക്ക് കോടതി പോകുമെന്ന് കഴിഞ്ഞ കുറേ ദിവസമായി കോടതി നടത്തുന്ന ഇടപെടലുകൾ കണ്ട് അത്തരത്തിൽ തീരുമാനത്തിലേക്ക് പോകാൻ കഴിയില്ല. എന്തായാലും ജീഷ സമയക്കുറവുകൊണ്ട് മാത്രമാണ് ഇടപെട്ടത്. വരുന്ന ബുള്ളറ്റിനുകളിൽ കോടതിയുടെ കൂടുതൽ നടപടികൾ, ഒപ്പം തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട ഈ കോടതിയിൽ വരുന്ന പരാമർശങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. ജീഷ കോടതിയിൽ തന്നെ ആ വിവരങ്ങൾ ശേഖരിക്കുക.